ഒരു മാസം മുൻപ് റീടാറിംഗ് നടത്തിയ പുന്നയൂർ ആക്കിപ്പറമ്പ് ഒറ്റൈനി റോഡ് തകർന്നു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഇത്രയും പെട്ടെന്നുള്ള റോഡ് തകർച്ചയ്ക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. പുന്നയൂർ പഞ്ചായത്തിന് തൊട്ടു മുമ്പിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡാണ് ആക്കിപ്പറമ്പ് ഒറ്റൈനി റോഡ്. ജലനിധിയുടെയും വാട്ടർ അതോറിറ്റിയുടെയും ഗ്രൗണ്ട് പൈപ്പ് ഇടുന്നതിന്റെ ഭാഗമായി കുറച്ച് മാസങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു റോഡ്. തുടർന്ന് നാട്ടുകാരുടെ പരാതിയും പ്രതിഷേധങ്ങളും ഉയർന്നതിനെ തുടർന്ന് ഏകദേശം 8 ലക്ഷത്തിലധികം രൂപ ചെലവിൽ ഒരു മാസം മുമ്പാണ് റോഡ് ടാർ ചെയ്തത്. അന്ന് തന്നെ നിർമ്മാണത്തിൽ അപാകത നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഇത് വകവയ്ക്കാതെ പഴയ റോഡിന് മുകളിൽ മണ്ണിടിച്ച് നിരപ്പാക്കി അതിനു മുകളിലാണ് പൊടിമെറ്റലടിച്ച് ടാർ ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവരുടെ ആരോപണം. 2 മഴ പെയ്തതോടുകൂടി മെറ്റലുകൾ ഒലിച്ചുപോവുകയും മണ്ണ് പുറത്തേക്ക് കാണുന്ന സ്ഥിതിയുമാണ്. പല സ്ഥലങ്ങളിലും റോഡ് തകരുകയും കുണ്ടും കുഴിയും രൂപപ്പെട്ട് കിടക്കുന്ന അവസ്ഥയുമാണ്. വെള്ളം ഒലിച്ചു പോകുന്നതിന് കാനയോ മറ്റ് സംവിധാനങ്ങളോ മുഴുവനായും നിർമ്മിച്ചിട്ടില്ല. ഇതുമൂലം റോഡിനു മുകളിലൂടെ തന്നെയാണ് മഴവെള്ളം ഒലിച്ചു പോകുന്നത്. ഇത് കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും ദുരിതമാണ് സൃഷ്ടിക്കുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തകനായ സഞ്ജിത്ത് പറഞ്ഞു. പഞ്ചായത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞ പോലെ ഏകദേശം 40 ദിവസങ്ങൾക്ക് മുന്നെയാണ് ഈ റോഡ് ഞങ്ങൾ പഞ്ചായത്തിനെതിരെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ സമരം ചെയ്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും UDFിന്റെ നേതൃത്വത്തിലൊക്കെ ഇവിടെ സമരം ധർണയും റോഡ് ഉപരോധമൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായി ഏകദേശം ഒരു 40 ദിവസം മുന്നെയാണ് ഈ റോഡിന്റെ പണികൾ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയത്. അതിലും ഇതുപോലെ അഴിമതി നിറഞ്ഞ ഒരു റോഡാണ് ഈ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഈ ടാറിങ് ചെയ്തതിൻ്റെ അടിവശത്ത് ചുവന്ന മണ്ണ് പൊന്തി വരുന്നു. ടാറും ആവശ്യത്തിന് ഇല്ല. അതുപോലെ തന്നെ മെറ്റലും. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നടത്തിയ റോഡ് നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും 20-ാം വാർഡ് മെമ്പർ സി അഷ്റഫ് ആരോപിച്ചു. ശാസ്ത്രീയമായ രീതിയിൽ റോഡിന് ഇരുവശവും കാനകൾ നിർമ്മിച്ച് റോഡ് നിർമ്മാണം നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ സമരം സംഘടിപ്പിക്കുമെന്നും പഞ്ചായത്ത് അംഗം കൂട്ടിച്ചേർത്തു. ഈ റോഡ് ടാർ ചെയ്യാൻ നിൽക്കാൻ സാധ്യത ഒരിക്കലും സാധ്യതയില്ല. കാരണം ഈ റോഡിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും വെള്ളം, ഈ തൊട്ടടുത്ത ഒരു വലിയൊരു കുളമുണ്ട്, ആ കുളത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ പോകുന്നത്. നിർബന്ധമായും ഈ റോഡിന്റെ ഈ സൈഡ് നിർബന്ധമായും ഈ റോഡിന്റെ ഈ വലത് സൈഡ്, ഇപ്പൊ നിൽക്കുന്ന വലത് സൈഡ് നിർബന്ധമായും കാന വെച്ചെങ്കിൽ മാത്രമേ ഈ വെള്ളത്തിന് ഒരു ശാശ്വത പരിഹാരമായിട്ട്. വളരെയധികം ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത്. ഇപ്പൊ ആ ദുരിതത്തിന് ഒരു അറുതി വരും നിലക്ക് ടാറിങ് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ മോശമായ ഒരു അവസ്ഥയുണ്ടായത്. ഈ വികസനങ്ങൾ മുഴുവനും അഴിമതി നടത്താനുള്ള ഒരു വികസനമായിട്ടാണ് UDFിനും പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ ഉപനേതാവ് നിലയ്ക്ക് എനിക്കും ഈ വിഷയത്തിൽ പറയാനുള്ളത്.